ഗൈസ് ഇന്നത്തെ ലഞ്ച് കണ്ടാലോ? ഇത് എവിടുന്നാണെന്നറിയാമോ? പണ്ട് ഞാൻ ദിവ്യയും കൂടെ കടവന്ത്രയിൽ ഇലയൂണെന്ന് പറഞ്ഞിട്ടൊരു കടയിൽ പോയിട്ട് ലഞ്ച് കഴിക്കുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ചോറും നല്ല കക്കത്തോരനും ഒക്കെ, എല്ലാ ഊണിൻ്റെ കൂടെ കക്കത്തോരനൊക്കെ വിളമ്പുന്ന ഒരു നല്ല അടിപൊളി ഒരു സ്പോട്ട്. ഇന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി ഇന്ന് അവിടുന്ന് കഴിക്കണം എന്ന്. അങ്ങനെ എല്ലാം പൊതിച്ചോറൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിക്കൊണ്ട് തന്നേക്കുക. എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സ്പെഷ്യൽ മീൻ പൊരിച്ച് ഇത് കണ്ടോ, അവിടുത്തെ പപ്പടത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ ദിവസവും നമ്മളിങ്ങനെ വെച്ചുണ്ടാക്കി വീട്ടിലെ പണിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കത്തില്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. ചില ദിവസം എനിക്ക് റെസ്റ്റ് വേണമെന്നൊരു തോന്നൽ വരും. ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കും. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കത്തില്ല. ഒന്നും ചെയ്യാതെ വെറുതെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് അങ്ങനെ രസം പിടിച്ചൊരു ദിവസം ഫുള്ളായിട്ട് വേണമെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റും. കക്കായിറച്ചി ചോറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മൾ സൈഡായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഫിലോപ്പിയല്ല സിലോപ്പിയ എന്നൊക്കെ പറയുന്നു. എന്തായാലും അതിൻ്റെ ഒരു ഫ്രൈയും അതേമാതിരി കൂന്തൽ റോസ്റ്റും ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇത് കണ്ടോ, മേലെ ഒരു അരപ്പുണ്ട്, തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുള്ളത്. ആ അരപ്പും കൂട്ടി മീൻചാറ് ഒഴിച്ച് നല്ല സുഖമായിട്ട് കഴിച്ചു. വേറെയും സാമ്പാറും മോരുകറിയും ഒക്കെ തീയലും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എടുത്തില്ല. ഞാനും അമ്മലും കൂടെ ഒരു ഇലയെന്നാണ് കേട്ടോ കഴിക്കുന്നത്. പണ്ട് ഞാനും അമ്മ എങ്ങനെയാണോ അതേപോലെ ഞാൻ അവളെ ശീലിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചക്കപ്പുഴുക്കോ കപ്പപ്പുഴുക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിന് ഇത്തിരി മീൻചാറോ അച്ചാറോ ഒക്കെ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കുമ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു സന്തോഷം എൻ്റെ മോക്കും വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.